ഞാൻ വളരെ സ്നേഹമായിട്ട് പറയാം അനിയനോട്, എനിക്ക് വേണ്ടാത്ത ചോദ്യം എന്നോട് ചോദിക്കണ്ട. നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ BJP ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് ക്ഷണിക്കുന്നത്. മുതലെടുക്കണേണ സജി, പക്ഷെ ക്രൈസ്തവ ന്യൂനപക്ഷം താങ്കൾ എന്ന് പറഞ്ഞിട്ട് BJPക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ? എങ്ങനെയാ എന്റെ ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറിയാൻ? എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ? അഭിലാഷ് പിണറായി വിജയന്റെ ADC ആകണ്ട, പിണറായി വിജയന് വക്കാലത്ത് തേക്കണ്ട. ഈ പൊണ്ടാരം എന്നെ തൊലച്ചടന്നു, ഇവന് ഞാൻ എന്താ ചെയ്യേ? അയാളെ എപ്പോഴും വൃത്തികെട്ടോ പറഞ്ഞുണ്ടാക്കില്ലേ മണിപ്പൂരിലാണ് ക്രിസ്ത്യാനിയെ കൊന്നോ? എന്നെ ഇതോട് കുത്തി അങ്ങ് കൊല്ലും. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ട്? അങ്ങനെ പറഞ്ഞു ഞാനങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത്, ഞാൻ നല്ല ഒന്നാന്തരം ക്രിസ്ത്യാനിയാണ്. അടിപൊളി. എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണമില്ലേ ഈ മനുഷ്യന്? ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. ഇവിടെ പിണറായി വിജയൻ ഒറ്റ നോട്ടീസാ മണിപ്പൂരിൽ ക്രിസ്ത്യാനി ഒലത്തിയത്. എന്താടാ കളിക്കേ? മോദിജിയെ പറഞ്ഞ എന്താ കാര്യം? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. നീ ആരുടെ കോപ്പ ഇതി കയറിയടവിടെ? ചിരിച്ചപ്പോ കാക്ക തേങ്ങാപ്പൂള് കൊത്തിക്കൊണ്ടു പോകുന്ന പോലെ തോന്നി. ഞാൻ വളരെ സ്നേഹമായിട്ട് പറയാ അനിയനോട്, എനിക്ക് വേണ്ടാത്ത ചോദ്യം എന്നോട് ചോദിക്കണ്ട. എന്താ രാമൻകുട്ടി വല്ലതും പറഞ്ഞായിരുന്നു? അല്ല, 16 മണിക്ക് എനിക്ക് സ്ഥലം വരെ പോകാനെന്ന് പറഞ്ഞു. 16 മണിയോ എന്ന് വെച്ചാൽ 4 മണി റെയിൽവേ ടൈം. മുന്നണിയെ ബിഷപ്പന്മാര് പരസ്യമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇനി ഊളച്ചോദ്യം എന്തിനാ ചോദിക്കുന്നത്? ഓവർ സ്മാർട്ട് ആവുന്നല്ല, ഗതികേട് കൊണ്ടാ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സപ്പോർട്ട് വേണമെന്ന് പറയാം, പക്ഷെ അവരനുഗ്രഹിക്കും. അനുഗ്രഹം ഇപ്പോ ആര് പോയാലും ഇപ്പൊ ഒരു ബിഷപ്പ് ഹൗസിലൊക്കെ പോയാൽ ആർക്കും കൊടുക്കില്ലേ? നിർത്ത് എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാവും. PC ജോർജ് BJPയിലേക്ക് പോയതുകൊണ്ട് BJPക്കാര് ആയി മാറാൻ പോവാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്നൊക്കെ വിചാരിക്കുന്നത് കടന്നകയായി പോകും. ഒരു ശുഭകാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ? അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ല. എനിക്ക് ഒറ്റ സങ്കടമുള്ളൂ, ഇതൊരു 5 കൊല്ലം മുമ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ശരി, അപ്പൊ അതാ കേരളം എവിടെ ചെന്ന് രക്ഷപ്പെട്ടേനെ. ശരി, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. 5 സീറ്റ് മിനിമം ജയിക്കുന്നു. പിന്നെ അവരുടെ കൃത്യമായിട്ട് പിന്തുണയില്ല കിട്ടുമോ? ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഈ അഭിലാഷ് ഒരു അർത്ഥം വേണ്ടോ? PCR ആരാന്ന് മനസ്സിലാക്കി PCOനോട് സംസാരിച്ചോണം. അറിയാതെ അബദ്ധത്തിലൊന്നും പോയി ചാടരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. 7 പ്രാവശ്യം ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഞാനും അനിലാന്റെയും തുല്യമാണ്. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്തനം പറയണം. എന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. എന്നെ മനസ്സിലായില്ലേ? നീങ്കയാര്? ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രികെ പുലിയാട്ടോ പാത്രികെ? ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി.